വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് ആദ്യം തന്നെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബ്രസീൽ ഇതിഹാസമായിരുന്ന സീക്കോയെ ദൈവമെന്ന് വിളിച്ച ജപ്പാൻ പത്രങ്ങൾ മാർട്ടിനെല്ലിയെ പേടി സ്വപ്നമെന്നായിരിക്കും വിശേഷിപ്പിക്കുക. അതായത് 8 മാസങ്ങൾക്ക് മുമ്പാണ് ബ്രസീൽ ടീം സൗഹൃദ മത്സരം കളിക്കുന്നതിനായി ടോക്കിയോയിലെത്തിയത്. അന്ന് ജപ്പാന്റെ നായകനായിരുന്ന തക്കുമി മിനാമിനോ സഹതാരങ്ങളോട് ആഹ്വാനം ചെയ്തു, ഇതൊരു ഫ്രണ്ട്ലി മാച്ചല്ല, ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസരമാണ്. അന്ന് ജപ്പാൻ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു. ആദ്യം 2 ഗോളിന് ലീഡ് ഉണ്ടായിരുന്ന ബ്രസീലിനെ മറുപടി 3 ഗോൾ തിരിച്ചടിച്ചുകൊണ്ടാണ് അന്ന് ജപ്പാൻ ജയിച്ചു കയറിയത്. ആ മത്സരത്തിന് ശേഷം ബ്രസീൽ ക്യാപ്റ്റനായ കാസമിറോ പറഞ്ഞത് ഇതാണ്: 2ാം പകുതിയിൽ ബ്രസീൽ ഉറങ്ങുകയായിരുന്നു. ഇത്തരം പിഴവുകൾ ഇനിയും സംഭവിച്ചാൽ ലോകകപ്പോ കോപ്പ അമേരിക്കയോ വരെ നഷ്ടമായേക്കാം. ലോകകപ്പിലെ ജപ്പാനെതിരായുള്ള മത്സരം കണ്ടപ്പോൾ ഒരു നിമിഷം ബ്രസീൽ ആരാധകർ കാസമിറോയുടെ വാക്കുകൾ ചിന്തിച്ചിരിക്കണം. കാരണം ആദ്യ പകുതിയിൽ ജാപ്പനീസ് പട 1 ഗോളിന് മുന്നിലായിരുന്നു. ഡാനിലോ വരുത്തിയ ആ പിഴവും ജപ്പാൻ താരങ്ങളുടെ വേഗതയും കൂടിയായപ്പോൾ ആദ്യ പകുതിയിൽ ജപ്പാൻ മുന്നിൽ. എന്നാൽ 2ാം പകുതിയിൽ 56ാം മിനിറ്റിലെ ഒരു കലക്കൻ ഹെഡറിലൂടെ കാസമിറോ ബ്രസീലിനെ ജപ്പാനൊപ്പം എത്തിച്ചു. വീണ്ടും തുടരെ ജപ്പാൻ ഗോൾ മുഖത്ത് ബ്രസീൽ ആക്രമണം സൃഷ്ടിച്ചു. എങ്കിലും 2ാം ഗോൾ അകന്നു നിന്നു. അപ്പോഴും എല്ലാവരും ചിന്തിച്ചത് ആരായിരിക്കും ആ വിജയ ഗോൾ കൊണ്ടുവരിക. മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വിജയ ഗോളുമായി അയാൾ അവതരിച്ചത്: ഗബ്രിയേൽ മാർട്ടിനെല്ലി. 2-1 ബ്രസീലിനെ വിജയിപ്പിച്ച് അയാൾ ഓടിക്കയറിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിലേക്കാണ്. ഇത് അദ്ദേഹത്തിനൊരു കണക്കുവീട്ടൽ കൂടിയാണ്. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ജപ്പാനെതിരെ ബ്രസീലിനായി 2ാം ഗോൾ നേടിയതും മാർട്ടിനെല്ലിയായിരുന്നു. പക്ഷേ 57ാം മിനിറ്റിൽ അയാൾ സബ് ഔട്ടായി. ജപ്പാന് മുന്നിൽ ടീം തോറ്റുപോകുന്നത് പുറത്തിരുന്ന് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിനുള്ള പ്രതികാരമായിരുന്നു ലോകകപ്പിൽ മാർട്ടിനെല്ലി തീർത്തുകൊടുത്തത്. ബ്രസീലിനെ വെല്ലുവിളിച്ചു വന്ന ജപ്പാൻ പടയെ നിശബ്ദരാക്കി കാനറിപ്പട. ജപ്പാൻ ഫുട്ബോളിന്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്കുണ്ട് ബ്രസീൽ ഇതിഹാസമായിരുന്ന സീക്കോ. നീണ്ട കാലത്തെ ജപ്പാൻ പരിശീലകരായിരുന്നു സീക്കോ. അന്ന് ജപ്പാൻ പത്രങ്ങൾ അദ്ദേഹത്തെ കാമിസമ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. അതിന്റെ അർത്ഥം ദൈവം എന്നാണ്. എന്നാൽ ജപ്പാൻ മാധ്യമങ്ങൾ ഇപ്പോൾ മാർട്ടിനെല്ലിയെ വിശേഷിപ്പിക്കുക ചിലപ്പോൾ പേടി സ്വപ്നം എന്നാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.